അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ നിതിൻ രാജിന്റെ ആത്മഹത്യാ കേസ് അന്വേഷണത്തിലെ വീഴ്ചകളിൽ കടുപ്പിച്ച് ഹൈക്കോടതി നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള ഡോക്ടർ എം.കെ. റാമിന്റെ അറസ്റ്റിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെയും ക്രൈംബ്രാഞ്ച് എസ്.പിയും നേരിട്ട് ഹാജരാക്കണം. വെള്ളിയാഴ്ച ഹാജരാക്കാനാണ് നിർദ്ദേശം. ഇവരുമായി രേഷ്മ ബാബു ചേരുക. രേഷ്മ, ഈ അന്വേഷണത്തിലെ വീഴ്ചകളിലാണ് ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഹൈക്കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? സുരേഷ്, നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ എം.കെ. റാമിനെ അറസ്റ്റ് ചെയ്ത് നടപടിക്രമങ്ങൾ പാലിക്കാതെയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി വിട്ടയച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് ഈ വിഷയം പരിഗണിച്ച ഘട്ടത്തിൽ ഹൈക്കോടതി വലിയ രീതിയിൽ സംസ്ഥാന സർക്കാരിനെതിരെയും പോലീസിനെതിരെയും വിമർശനം ഉന്നയിച്ചിരുന്നു. പോലീസും റാമും തമ്മിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആനുകൂല്യങ്ങൾ പോലീസ് റാമിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഭരണ സംവിധാനം സമ്പൂർണ്ണ പരാജയമാണ് തുടങ്ങിയ പരാമർശങ്ങളായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇന്നിപ്പോൾ ഇടക്കാല ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥനും അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് എസ്.പിയും മറ്റന്നാൾ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകണം. മറ്റന്നാൾ ഈ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അന്നേ ദിവസം തന്നെയാണ് ഈ ക്രൈംബ്രാഞ്ച് എസ്.പിയും അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഡിവൈഎസ്പി ആണ്. ഇദ്ദേഹം നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നുള്ളതാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ഇടക്കാല ഉത്തരവിൽ നിർദ്ദേശമായിട്ട് ഉള്ളത്. അതുമാത്രമല്ല, നേരത്തെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ADGP ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി, അതായത് പോലീസ് ഉദ്യോഗസ്ഥരും റാമും തമ്മിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ GP മുഖാന്തരം ഫയൽ ചെയ്യണമെന്നുള്ള നിർദ്ദേശവും സിംഗിൾ ബെഞ്ച് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും റാമും പോലീസും തമ്മിൽ ഗൂഢാലോചന നടന്നു എന്നുള്ള ഒരു വിശ്വാസത്തിലും ആ രീതിയിലുമാണ് ഹൈക്കോടതി ഈ വിഷയം ഇന്ന് പരിഗണിച്ചത്. അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താത്ത പക്ഷം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് കടക്കും എന്നുള്ളൊരു മുന്നറിയിപ്പും സിംഗിൾ ബെഞ്ച് ഇന്ന് നൽകിയിരുന്നു.